ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാൻ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കാൻ നീക്കം. ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം വേണമെന്നാവശ്യപ്പെട്ട സംസ്ഥാനം കോടതിയെ സമീപിക്കും. അപേക്ഷ നാളെയോ മറ്റന്നാളോ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ കുറച്ച് അവ്യക്തത ഈ വാർത്ത കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. ഇക്കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാമോ ബാലഗോപാൽ? അതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്, ഇത് ആവശ്യപ്പെട്ട് സാധ്യമായാൽ എന്താവും സ്കൂളുകളിൽ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുക? മോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അതിനിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഈ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ ഈ NSSന് അനുകൂലമായ ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവ് എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന് ഈ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെയുള്ളവർ ഈ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കി. അതായത് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ തീരുമാനം, ഈ NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ ഈ സുപ്രീം കോടതി ഇതിൽ സർവീസ് കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അനന്തമായി ഈ കേസിന്റെ നടപടികൾ ഈ നീണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിനിടയിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി ഉണ്ടായതിന് ശേഷം ഈ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി സംസ്ഥാന നിയമമന്ത്രി P. രാജീവ് ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തുകയുമൊക്കെ ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഈ സംസ്ഥാന സർക്കാരിനോട് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ എയ്ഡഡ് സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട ഈ NSSന് അനുകൂലമായി ലഭിച്ചിരിക്കുന്ന വിധി തങ്ങൾക്ക് കൂടി അനുകൂലമാക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടി ബാധകമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്ന ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഈ സീറോ മലബാർ സഭയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സഭാ മേലധ്യക്ഷനുമായി P. രാജീവ് നടത്തിയ ചർച്ചയിലും ഇതേ ആവശ്യം ഉന്നയിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ഉത്തരവ് വേണം, അല്ലെങ്കിൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി നാളെയോ മറ്റന്നാളോ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്യുന്നതായിരിക്കും. നിലവിൽ ജസ്റ്റിസ് JK മഹേശ്വരിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെയാണ് ഈ വിഷയം ഉള്ളത്. ആ ബെഞ്ചിന് മുമ്പാകെ ഈ മാസം തന്നെ, അതായത് ജനുവരിയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം വരുത്തുന്നതിനായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതി രജിസ്ട്രി അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ചയൊക്കെ ഈ ആവശ്യം കോടതിയുടെ പരിഗണനയ്ക്ക് വരുവാനാണ് സാധ്യത. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ അതിനിർണായകമായ ഈ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ വ്യാപകമായി ഈ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിരുന്നു. ഇത്തരമൊരു അനുകൂല NSSന്റെ ഉത്തരവ് മറ്റ് സഭകൾക്ക് കൂടി അനുകൂലമായി വരികയാണെങ്കിൽ, മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി അനുകൂലമായി വരികയാണെങ്കിൽ അത് ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ എയ്ഡഡ് കോളേജുകൾക്കും അത് വലിയ എയ്ഡഡ് സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും അത് വലിയ ആശ്വാസകരമായിരിക്കും. ഏതായാലും അതിനിർണായകമായ ഒരു നിയമ നീക്കത്തെക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിനിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. NSSന് അനുകൂലമായിരുന്ന ഒരു തീരുമാനം മറ്റ് സഭകളുടെ നേതൃത്വത്തിലുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് കൂടി ബാധകമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.